ഇറാൻ 2 കനത്ത പ്രഹരങ്ങൾ അമേരിക്കയ്ക്ക് മേലേൽപ്പിച്ചു. നാശനഷ്ടം വളരെ കനത്തതാണ്. ആയുധശേഖരങ്ങൾ ഗണ്യമായി നഷ്ടപ്പെട്ടു. അതിലൊന്ന് കുവൈറ്റിലെ ഒരു US വെയർഹൗസാണ്. അതിൽ നിറയെ ആയുധങ്ങളുണ്ടായിരുന്നു. അത് തകർത്തു. കൂടാതെ ഇറാഖിലുള്ള എർബിൽ എയർബേസ്, അതും അമേരിക്കയുടെ സുസജ്ജമായ എയർബേസ് ആയിരുന്നു. അവിടവും ആക്രമിച്ചു. ഒപ്പം ഹൂത്തികളോട് ബാബ് അൽ മന്ദേബ് എന്ന് പറയുന്ന റെഡ് സീയിലെ കടലിടുക്ക് അടയ്ക്കാൻ തയ്യാറായി നിൽക്കാൻ ആവശ്യപ്പെട്ടു. ഇറാൻ്റെ ഒരു പവർ പ്ലാന്റിൽ തൊട്ടാൽ അതുകൂടി പൂർണ്ണമായും അടയ്ക്കാനാണ് ഇറാൻ ഉദ്ദേശിക്കുന്നത്. പശ്ചിമേഷ്യ ട്രംപിൻ്റെ ഭ്രാന്തമായ വന്യമായ ആക്രമണത്തിൽ വീണ്ടും പ്രതിസന്ധിയിലേക്കും കനത്ത നാശത്തിലേക്കും നഷ്ടത്തിലേക്കുമാണ് നീങ്ങുന്നത്. അത് വളരെ ഗൗരവമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതുമാണ്. US വെയർഹൗസ് കുവൈറ്റിൽ തുടങ്ങിയത് പണ്ട് ഇറാഖ് കുവൈറ്റ് അധിനിവേശം നടത്തിയപ്പോഴുള്ളതാണ്. അവിടെ വൻ ആയുധശേഖരങ്ങളും അതുപോലെ തന്നെ ഒരുപാട് സ്ട്രാറ്റജിക് ഉപകരണങ്ങളും ഒക്കെ സൂക്ഷിച്ചിരുന്നതാണ്. ഇതുവരെ യുദ്ധം പുരോഗമിച്ചെങ്കിലും അതിൽ സ്പർശിച്ചിരുന്നില്ല. എന്നാൽ അവിടെ കനത്ത ആക്രമണം നടത്തി ഇറാൻ. അതേതാണ്ട് ഭാഗികമായി തകർന്നു കഴിഞ്ഞു. ഒരു 10-70% ഉപകരണങ്ങളെല്ലാം തകർക്കപ്പെട്ടു എന്നാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. കുവൈറ്റിലെ ആക്രമണങ്ങൾ അധികവും ആ എയർബേസിൽ നിന്ന് നടത്തിക്കൊണ്ടിരുന്നത് ഈ വെയർഹൗസിൽ സൂക്ഷിച്ചിരുന്ന ആയുധങ്ങൾ വെച്ചായിരുന്നു. അവിടേക്കാണ് കൃത്യമായി ആക്രമിച്ചത്. അത് ആക്രമിക്കാനുള്ള ജിയോ കോർഡിനേറ്റ്സ് നൽകിയത് റഷ്യയും ചൈനയുമാണെന്ന് അമേരിക്കയുടെ CIA ആരോപിക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ അത്രയും കൃത്യമായ ഒരു സ്ട്രാറ്റജിക് പ്ലേസ് ഇറാന് ആക്രമിക്കാൻ കഴിയുന്നതല്ല. മറ്റൊരു പ്രധാനപ്പെട്ട ആക്രമണം നടത്തിയത് എർബിൽ എയർബേസിലാണ്. അത് അങ്ങ് ഇറാഖിലാണുള്ളത്. ഇറാഖ് അധിനിവേശത്തിന് ശേഷം വലിയ സംവിധാനങ്ങളോടുകൂടി സെറ്റപ്പ് ചെയ്തതാണ് എർബിൽ US എയർബേസ്. അവിടെ നിന്നും ഇറാനെ ആക്രമിക്കാൻ വളരെ എളുപ്പമായിരുന്നു. അത് ഉപയോഗിച്ചിട്ടുമുണ്ടായിരുന്നു. അവിടേക്കാണ് ഇറാൻ കനത്ത ആക്രമണം നടത്തിയത്. ഈ 2 ആക്രമണങ്ങളും യഥാർത്ഥത്തിൽ അമേരിക്കയുടെ എയർ റെയ്ഡിനെ ഗണ്യമായി ബാധിക്കുന്ന ഒന്നാണ്. അതോടൊപ്പം ട്രംപ് പറഞ്ഞിട്ടുണ്ട്, ഇനി അടിക്കാൻ പോകുന്നത് വൈറ്റൽ വസ്തുക്കളെ ആയിരിക്കും, പവർ പ്ലാന്റുകൾ ആക്രമിക്കും എന്നൊക്കെ. അങ്ങനെ ആക്രമിച്ചാൽ ബാബൽ മന്ദേബ് എന്ന് പറയുന്ന റെഡ് സീറ്റിലെ ദ ഗേറ്റ് ഓഫ് ടിയേഴ്സ് എന്നാണ് പറയുന്നത്, കണ്ണീരിൻ്റെ വാതിൽ എന്നറിയപ്പെടുന്ന ആ ബാബ് അൽ മന്ദേബ് ഹൂത്തികളെ കൊണ്ട് അടപ്പിക്കാനാണ് ഇറാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൂടി അടയപ്പെടുന്നതോടുകൂടി ചരക്ക് നീക്കം ഗണ്യമായി തടസ്സപ്പെടുകയും ലോകം വീർപ്പുമുട്ടുകയും ചെയ്യും. അത്രയും ശക്തമായ ഒരു നടപടിയിലേക്ക് നീങ്ങുന്നത് എല്ലാ കരാറും നിലനിൽക്കെ അത് ലംഘിച്ചുകൊണ്ട് അമേരിക്ക നടത്തുന്ന ആക്രമണമാണ്. അമേരിക്കയ്ക്ക് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിൽ നിന്ന് പണപ്പിരിവ് നടത്തണം. ബ്രസീലിൻ്റെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ കടൽക്കൊള്ള നടത്തണം. അതിനുള്ള അവസരത്തിന് ഇറാൻ നിന്നുകൊടുക്കണം. അതിനവർ തയ്യാറല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഒരു യുദ്ധവെറിയൻ ഇതിൻ്റെ തലപ്പത്ത് വന്നതോടുകൂടി ലോകം വല്ലാണ്ട് അനുഭവിച്ചു പോകുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സ്ഥിതിവിശേഷം. മിഡിൽ ഈസ്റ്റിലെ പവർ പ്ലാന്റുകളോ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളോ ഒക്കെ ആക്രമിച്ചാൽ അതോടുകൂടി കഥ കഴിയുന്ന സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ എത്തപ്പെടുക. വേഗം അവസാനിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം.